കൊളോണിയൽ ഭരണത്തിൻ കീഴിൽ ബ്രിട്ടൻ മലബാറിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി. ഒന്നും മൂന്നും ശരി. 1. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സുഗന്ധവിളത്തോട്ടം ആരംഭിച്ചു. 3. മലപ്പുറം നിലമ്പൂരിൽ തേക്കുതോട്ടം നിർമ്മിച്ചു. താഴെ കാണിച്ചിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ. 2, 3 ശരി. 2. 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. 1937 തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചിത്രകലയുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവനകളിൽ തെറ്റേത്? ഓപ്ഷൻ സി. 1, 3 തെറ്റായ പ്രസ്താവനകളാണ്. ശരിയായത് 2 മാത്രം. ഗവർണർ ജനറൽ ആയിരുന്ന കാനിംഗ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രമാണ് പഞ്ച്. 4-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കാണിച്ചവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ. 1, 2 ശരിയായ 1, 3 ശരിയായ പ്രസ്താവന. 1. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങളെ വിളിച്ചു ചേർത്തത്. 3. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. 5-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കാണിച്ചിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണ്. യുനിസെഫിന്റെ 8ാമത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസൽ ആണ്. ഐക്യരാഷ്ട്ര സംഘടന 2024 ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചു. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ മുദ്രാവാക്യം. 6-ാമത്തെ ക്വസ്റ്റ്യൻ. നെബുല സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ സി. ഇമ്മാനുവൽ കാന്റ്. 7. പി ഭൂകമ്പ തരംഗത്തിന്റെ നിഴൽ മേഖല ഉൾപ്പെടുന്നത് എത്ര ഡിഗ്രിക്കുള്ളിലാണ്? ഓപ്ഷൻ ബി. 103 ഡിഗ്രി മുതൽ 142 ഡിഗ്രി വരെ. 8-ാമത്തെ ക്വസ്റ്റ്യൻ. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാത്ത സമുദ്രജല പ്രവാഹം ഏത്? ഓപ്ഷൻ സി. കാലിഫോർണിയ. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഗൾഫ് സ്ട്രീം, ലാബ്രഡോർ, കാനറീസ്. 9-ാമത്തെ ക്വസ്റ്റ്യൻ. ഉപദ്വീപീയ നദിയായ കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഓപ്ഷൻ ബി. മഹാബലേശ്വർ. 10. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം. ഓപ്ഷൻ സി. ചന്ദ്രയാൻ 3. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതെല്ലാമാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? ഓപ്ഷൻ ഡി. ഇവയെല്ലാം. അതായത് വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. 12. കൃഷി, ഖനനവും പാറവെട്ടും, ഉൽപ്പന്ന നിർമ്മാണം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യാപാരം, ഗതാഗതവും സംഭരണവും, സേവനങ്ങൾ. മേൽപ്പറഞ്ഞ സാമ്പത്തിക പ്രവർത്തനത്തിൽ ചുവടെ നൽകിയിരിക്കുന്നതിൽ യോജിച്ച പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി. ഇവയൊന്നുമല്ല. 13-ാമത്തെ ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവന. ഓപ്ഷൻ ബി. ഹരിത വിപ്ലവത്തിലെ 2ാം ഘട്ടം ഏകദേശം 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ് എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. എ, സി, ഡി എന്നിവ ശരിയായവയാണ്. എ. ഹരിത വിപ്ലവത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ ഉപയോഗിച്ചു. ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. ഹരിത വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തിയ സാങ്കേതിക വിദ്യയുടെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. 14-ാമത്തെ ക്വസ്റ്റ്യൻ. പുറംപണി കരാർ ഔട്ട്സോഴ്സിംഗ് നവസാമ്പത്തിക പരിഷ്കാരത്തിന്റെ ഏത് നയത്തിന്റെ പരിണിത ഫലമാണ്? ഓപ്ഷൻ എ. ആഗോളവൽക്കരണം. 15. അന്ത്യോദയ അന്ന യോജന നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ ബി. 25 ഡിസംബർ 2000. 16. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി.
ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു. ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭ നിയമ ഉപദേശകർ BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ വല്ലഭായ് പട്ടേൽ. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക. ഓപ്ഷൻ ബി. കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. വകുപ്പ് 43. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക. വകുപ്പ് 44. ഗോവധം നിരോധിക്കുക. വകുപ്പ് 48. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും. വകുപ്പ് 51. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. 19. കേരള ഗവർണറുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ. 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 1, 2, 3 എന്നിവ ശരിയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ 22ാമത് ഗവർണറാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയത് 2019 സെപ്റ്റംബറിൽ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ? ഓപ്ഷൻ ഡി. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. 1. ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആണ്. ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനങ്ങൾ അവതരിപ്പിക്കാൻ പാടില്ല. 21. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ സി. എ, ബി, ഡി, ഇ. എ. വിവാഹവും വിവാഹമോചനവും. ബി. ട്രസ്റ്റും ട്രസ്റ്റികളും. ഡി. കാർഡുകൾ. ഇ. കുടുംബാസൂത്രണം. 22. ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി. തെറ്റായ പ്രസ്താവന 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റായത്. 1, 2, 3 എന്നിവ ശരിയാണ്. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ശ്രീ NK സിംഗ് ആണ്. ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ KC നിയോഗിയായിരുന്നു. ഭരണഘടനയുടെ 280ാം വകുപ്പ് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 23. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അധ്യക്ഷൻ ആയിട്ടില്ലാത്ത വ്യക്തി ആര്? 23 PSC ക്യാൻസൽഡ് ആണ്. 24. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ എ. 2ഉം 3ഉം തെറ്റായ പ്രസ്താവനകളാണ്. 1ഉം 4ഉമാണ് ശരിയായവ. കേരള ഹൈക്കോടതി സ്ഥാപിച്ചത് 1956 നവംബർ 1-നാണ്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി ആയിരുന്നു. 25. ഡോക്ടർ M കുഞ്ഞാമൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ സി. 1, 3, 4 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. 1. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് എതിര്. 3. ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ ഇക്കണോമി അദ്ദേഹത്തിന്റെ കൃതിയാണ്. 4. 2023 ഡിസംബർ 3-ന് അദ്ദേഹം മരണമടഞ്ഞു. 26ാമത്തെ ക്വസ്റ്റ്യൻ. വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ രോഗനിർണയ മാർഗമാണ്? ഓപ്ഷൻ സി. ടൈഫോയിഡ്. 27. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി മാത്രമാണ് തെറ്റായവ. എ, ബി, ഡി എന്നിവ ശരിയാണ്. എ. അയൺ അടങ്ങിയിരിക്കുന്നു. ആരോഗ്യമുള്ള മനുഷ്യന്റെ 100 മില്ലി രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. ശ്വസനവാതകങ്ങളെ രക്തത്തിലൂടെ വഹിക്കുന്നു. 28ാമത്തെ ക്വസ്റ്റ്യൻ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്?
ഓപ്ഷൻ എ ഇൻസുലിൻ. 29. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗാരി റുക്കിനും ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ ഡി മൈക്രോ RNA. 30. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിസ്ഥാന അളവ് ഏതാണ്? ഓപ്ഷൻ സി സമയം. 31. ഒരു വസ്തു അതിന്റെ തുലനാവസ്ഥയിൽ ആകെ ബലം. ഓപ്ഷൻ എ 0. 32. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം. ഓപ്ഷൻ ബി ഒഡീസിയസ്. 33. താഴെ പറയുന്നവയിൽ കാർബണിന്റെ രൂപാന്തരം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഡയമണ്ട് എന്നിവ കാർബണിന്റെ രൂപാന്തരങ്ങളാണ്. 34. അക്വാ റീജിയ ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണ്? ഓപ്ഷൻ സി ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും. 35. ഒരു ന്യൂട്രൽ ലായനിയുടെ pH മൂല്യം എത്ര? ഓപ്ഷൻ ഡി 7. 36. കർണശപഥം ആട്ടക്കഥ രചിച്ചതാര്? ഓപ്ഷൻ സി മാലി. 37. പുഞ്ചിരിഹ കുലീനമാം കള്ളം നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം വൈലോപ്പിള്ളിയുടെ ഏത് കൃതിയിലെ വരികളാണിത്? ഓപ്ഷൻ ബി കുടിയൊഴിക്കൽ. 38. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം? ഓപ്ഷൻ ഡി 6. 39. നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഓപ്ഷൻ ബി BR ഗവായ്. 40. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏത്? ഓപ്ഷൻ ഡി രാംനാഥ് കോവിന്ദ് കമ്മിറ്റി. 51. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം. ഓപ്ഷൻ സി 540 കിലോ കലോറി പെർ കിലോഗ്രാം. 54. താഴെ പറയുന്നവയിൽ പതനത്തിന് ഉദാഹരണമായി പറയാവുന്ന വസ്തു? ഓപ്ഷൻ ബി 2 മാത്ര കർപ്പൂരം. 55. താഴെ പറയുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലാഷ് പോയിന്റ് ഉള്ള വസ്തു ഏത്? ഓപ്ഷൻ ഡി പെട്രോൾ. 57. ഓം നിയമം പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ V IR. 59. താഴെ പറയുന്നവയിൽ ശ്വാസകോശത്തിലെത്തിയാൽ ഏറ്റവും അപകടകരമായ വാതകമേത്? ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡ്. 63. CNGയുടെ പ്രധാന ഘടകമാണ്? ഓപ്ഷൻ എ മീഥേൻ. CPR എന്നതിന്റെ പൂർണ്ണ രൂപം എന്ത്? ഓപ്ഷൻ ബി കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ബി അഡ്രിനാലിൻ. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് ഏകദേശം എത്ര ശതമാനമാണ്? ഓപ്ഷൻ ഡി 21%. 67. സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്കെടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിന്റെ അളവാണ്? ഓപ്ഷൻ എ ടൈഡൽ വോളിയം. 68. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ്? ഓപ്ഷൻ സി വിറ്റാമിൻ കെ. 69. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിച്ചിട്ടുള്ള വസ്തുക്കൾ ഇലക്ട്രോണിക് ഫോമിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത്? ഓപ്ഷൻ ഡി സെക്ഷൻ 67B. 70. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം നിയമപരമായ അധികാരം ഉപയോഗിച്ച് അനുമതിയില്ലാതെ ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ഡേറ്റയിലേക്ക് കടന്നു കയറുകയും അത് മറ്റൊരു വ്യക്തിക്ക് വെളിപ്പെടുത്തി നൽകുകയും ചെയ്യുന്നതിനുള്ള ശിക്ഷ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത്? ഓപ്ഷൻ ബി സെക്ഷൻ 72.